Hi, good afternoon. First of all, ഡോക്ടർ വിശ്വനാഥന് താങ്ക് യു. എല്ലാവരെയും ഒന്ന് എണീപ്പിച്ചതിന്. ലഞ്ച് കഴിഞ്ഞ് എല്ലാവരും നല്ല ഉറക്കത്തിലിരിക്കുമായിരുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോക്ക് പറഞ്ഞിട്ട് എല്ലാവരെയും എണീപ്പിച്ചു തന്നു. സോ എൻ്റെ കയ്യിൽ PPT ഒന്നുമില്ല, ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ട് വന്ന സോ മയങ്ങുന്ന മസ്തിഷ്കം എന്നാണ് ടോപ്പിക്ക് മലയാളത്തിൽ പറഞ്ഞത്. സോ എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ പത്രം വരുന്നുണ്ട്. പത്രം തുറന്ന് നോക്കുമ്പോൾ എല്ലാം കാണുന്നത് വെറും സ്കൂൾ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നു ഒരുപാട്, പിന്നെ മയക്കുമരുന്നിന് അടിമകളായിട്ട് ഒരുപാട് ആളുകൾ വരുന്നു. ഇത്ര അധികം ആൾ, 12 ആൾ അവിടെ അറസ്റ്റ് ചെയ്തു, 22 ആൾ ഡ്രഗ് കടത്താൻ നോക്കിയിട്ട് അറസ്റ്റ് ചെയ്തു. പിന്നെ പിന്നെ ബസ് വേർഡ് പോലെ കേൾക്കുന്ന ഒരു വേർഡുണ്ട്, ഒരു വേർഡല്ല, ഒരു ആക്രോണിം, MDMA. എല്ലായിടെയും MDMA എന്നൊരു വാക്ക് കേൾക്കുന്നുണ്ട്. സോ ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നി. ലൈക്ക് പുറത്തുനിന്നും പിന്നെ ഞാൻ പുറത്തൊക്കെ പോയി പഠിച്ച ഒരാളാണ്. എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ഞാൻ ബേസിക്കലി ജെനറ്റിക്സ് പഠിച്ച ഒരാളാണ്. ഇപ്പം ന്യൂറോ സയൻസിൽ PhD ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ എനിക്ക് ബ്രെയിനിനോടും ബ്രെയിനിൻ്റെ അകത്തുള്ള നടക്കുന്ന എന്താ പറയുക മെക്കാനിസംസിനോടും ഒക്കെ വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ട് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിയിലാണ് I started looking at this thing. Like ശരിക്കും കേരളത്തിൽ ഇത്ര അധികം ഡ്രഗും ഡ്രഗ് അഡിക്ട്സും സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അതെന്തുകൊണ്ടാണ് നടക്കുന്നത്? ഇനിയിപ്പോൾ ഒരു അഡൾട്ടായിട്ടുള്ള ആളുകൾ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ് ഉള്ളതും അതിന് റീഹാബിന് പോകുന്നതും ഒക്കെ പിന്നെയും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. പക്ഷെ എനിക്ക് ഏറ്റവും അലാമിംഗ് ആയിട്ട് തോന്നിയത്, ഈ നമ്മൾ നിൽക്കുന്ന ഈ മലബാറിലെ ജില്ലകളിൽ നിന്ന് സ്കൂളുകളിൽ ഇത് പ്രിവലൻ്റ് ആണ് എന്നുള്ള ന്യൂസ് റിപ്പോർട്ട്സ് കണ്ടിട്ടാണ്. ശരിക്കും ഞാനും ഈ സ്ഥലത്തൊക്കെ വളർന്ന ഒരാളാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ടീനേജേഴ്സും കൂടി അല്ല അത്ര പത്രവാർത്തയിൽ ഒരു വാർത്തയിൽ വായിച്ചത് 8 വയസ്സുള്ള കുട്ടികളൊക്കെ ഹാർഡ് ഡ്രഗ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന നാർക്കോട്ടിക്സും ആംഫെറ്റാമിൻസും അപ്പേഴ്സും മറ്റൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു അണ്ടർസ്റ്റാൻഡ് വൈ ഇറ്റ് ഈസ്. അതുകൂടാതെ ഈ മാസം ആസ് വി ഓൾ നോ, കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്യാമ്പയിൻസ് നടക്കുന്നുണ്ട് നമ്മുടെ സർക്കാരിൻ്റെ വക, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളും നമ്മളും എല്ലാവരും ലഹരിയുടെ പിന്നാലെ പോകുന്നത്? എന്താണ് ലഹരി എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയൊരു അറ്റംപ്റ്റാണ്. ഞാനൊരു ഫിസിഷ്യൻ അല്ല, ഇവിടെ ഫിസിഷ്യൻസ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞാനൊരു ഫിസിഷ്യൻ അല്ല. ഞാൻ ബ്രെയിനിനോടും എന്തുകൊണ്ടാണ് ഹ്യൂമൻ ബിഹേവിയർ ഇങ്ങനെ മാറുന്നത് എന്നൊക്കെ എന്താ പറയുക ക്യൂരിയസ് ആയിട്ടുള്ള ഒരാൾ മാത്രമാണ്. സോ ഐ തോട്ട് ഐ ടോക്ക് അബൌട്ട് ദിസ്, വാട്ട് ക്യാൻ വി ഡു ആസ് റെസ്പോൺസിബിൾ പീപ്പിൾ. അപ്പോൾ അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായെന്നാ, മനുഷ്യൻ അവെയറായി തുടങ്ങിയ കാലം മുതലേ, ഒരു സിവിലൈസേഷൻ പോലെ ജീവിക്കാൻ തുടങ്ങിയ കാലം മുതലേ നമ്മൾ ലഹരിയുടെ പിന്നാലെയും പോയിട്ടുണ്ട്. അത് പലതരത്തിലുള്ള ലഹരിയും ആവാം. സബ്സ്റ്റൻസ് യൂസും മാത്രമല്ല, ചിലപ്പോൾ ഐഡിയോളജീസും ഒരു ലഹരി ആവാം. ഡോക്ടർ വിശ്വനാഥൻ പറഞ്ഞ പോലെ പല ആളുകൾക്കും ഇപ്പോൾ ഈ കമ്മ്യൂണലിസ്റ്റ് ആയിട്ടുള്ള ചിന്തകളും മറ്റുമൊക്കെ അതും ഒരു തരം എന്താ പറയുക സബ്സ്റ്റൻസ് അല്ല, ഐഡിയോളജി ഒരു എന്താ പറയുക ഡിസോർഡർ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് വി ക്യാൻ ഡ്രോ പാരലൽസ്. സോ എനിക്ക് അഡിക്ഷൻ എന്ന് പറയാൻ ഇഷ്ടമില്ല. ബിക്കോസ് 2013 amended publication of DSM-5, that is American Psychiatric Association പബ്ലിഷ് ചെയ്യുന്ന മാനുവലാണ്, ഡയഗ്നോസ്റ്റിക് മാനുവൽ മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിന്. അതിൻ്റെ അകത്ത് ക്ലാസിഫിക്കേഷൻ പ്രകാരം പറയുന്നത് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്നാണ്. കാരണം ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ എന്നല്ല,
ഹാബിറ്റായി കഴിഞ്ഞാൽ തന്നെ ഇറ്റ്സ് എ മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ. ചികിത്സ ആവശ്യമുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ. അപ്പോൾ എന്തൊക്കെ സബ്സ്റ്റൻസ് യൂസസ് ആണ്? ലൈക്ക് ഇസ് ഇറ്റ് ഇൻറ്റൻഷനലി യൂസിങ്? അതും ലൈക്ക് സ്വയം തിരഞ്ഞെടുത്ത് യൂസ് ചെയ്യുന്നവരുണ്ടാവും. ലൈക്ക് നമ്മളുടെ ഇടയിൽ തന്നെ ഇവിടെ ആൽക്കഹോൾ പലപ്പോഴും സോഷ്യലി യൂസ് ചെയ്യുന്നവരുണ്ടാവും, ലൈക്ക് സ്മോക്കേഴ്സ് ഉണ്ടാവും. ലൈക്ക് എന്തുകൊണ്ടാണ്? ഐ വാസ് ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ ടു എ ലോട്ട് ഓഫ് മൈ ഫ്രണ്ട്സ് ഇസ് വെൽ. ലൈക്ക് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് സ്മോക്കേഴ്സ് ആയിട്ടുള്ള, സയൻറ്റിസ്റ്റ്, ഫെലോ സയൻറ്റിസ്റ്റ്, പോസ്റ്റ് ഡോക്സ് ആയിട്ടുള്ളവർ ഒക്കെ. ഒരു ദിവസം 20 സിഗരറ്റൊക്കെ ഒറ്റയടിക്ക് വലിച്ചു തീർക്കുന്നവരുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളത്. അവരുടെ അടുത്ത് പലരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ലൈക്ക് നിങ്ങൾ എന്തുകൊണ്ടാ സ്മോക്ക് ചെയ്യാൻ തുടങ്ങിയത്? ഞാൻ ഒരു തവണ, കൺഫെഷൻ, ഒരു തവണ ഞാൻ സിഗരറ്റ് സ്മോക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആൻഡ് ഐ എം എൻ ആസ്തമാറ്റിക്, ഐ ഷുഡൻറ്റ് ഡു ഇറ്റ്. ആൻഡ് ഇറ്റ് ടേസ്റ്റഡ് ലൈക്ക് ചാർക്കോൾ ഇൻ മൈ മൗത്ത്. ശരിക്കും കരിയെടുത്ത് വായിലിട്ട പോലത്തെ ടേസ്റ്റാണ്. ലൈക്ക് എന്തിനാണ് അത് ട്രൈ ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങളിത് വലിച്ചു തീർക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു. ഒരാൾ പറഞ്ഞത് അത് എൻ്റെ ചുറ്റുമുള്ള അച്ഛനും അങ്കിളൊക്കെ വലിക്കാറുണ്ടായിരുന്നു, അപ്പോൾ അവരെ പോലെ ആവാൻ വേണ്ടി വലിച്ചു തുടങ്ങിയതാ, ഇപ്പം നിർത്താൻ പറ്റണില്ല. ചിലർ പറഞ്ഞു ചുമ്മാ പിള്ളേരൊക്കെ ഒരു ഡെയറിന് തുടങ്ങി, അങ്ങനെ ഇപ്പം ഹാബിറ്റായി. സോ ഇറ്റ് മെയ്ഡ് മീ വെരി ക്യൂരിയസ്. അങ്ങനെയാണെങ്കിൽ ഒരു ഹാബിറ്റായി ദാറ്റ് യു ഡോണ്ട് ഈവൻ എൻജോയ് ഇറ്റ്. ലൈക്ക് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ലൈക്ക് ഇത് കരി പോലെ ടേസ്റ്റ് ചെയ്യുന്ന ഈ സാധനം എന്തിനാണ് നിങ്ങൾ വലിച്ചു കയറ്റുന്നത്? അപ്പോൾ അവർ പറയണത് അത് വി ഡോണ്ട് ഫീൽ ദാറ്റ്. ലൈക്ക് പിന്നെ അത് ജസ്റ്റിഫൈ ചെയ്യാൻ വരും. എന്ന് വെച്ചാൽ ഇത് എല്ലാം കരി പോലെ ടേസ്റ്റ് ചെയ്യുന്നതന്നല്ലടാ, ആ മിൻറ്റ് ഫ്ലേവർ ഉള്ളതൊക്കെ ഉണ്ടെന്ന്. ഓക്കെ, so then it's like, you know, like people who like from ആകെ ഞാൻ സിഗരറ്റ് കൂടുതലായിട്ട് അബ്യൂസ് ചെയ്യുന്നവരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് തന്നെ ഒരു പരിധി കഴിഞ്ഞാൽ അറിയില്ല why they use this. Okay, so as I said, DSM, the Diagnostic Manual for Mental Health Disorders, അതിനകത്ത് 2 ടൈപ്പ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ലൈക്ക് യുനോ ഇതുപോലെ ക്യൂരിയോസിറ്റിക്ക് ആൽക്കഹോളൊക്കെ കഴിച്ചു തുടങ്ങി അങ്ങനെയുള്ള ആൽക്കഹോൾ, ഹിപ്നോട്ടിക്സ്, ആംഫിറ്റാമിൻസ്, സെഡറ്റീവ്സ്, അങ്ങനെയുള്ള സബ്സ്റ്റൻസസ് യൂസ് ചെയ്ത് അബ്യൂസ് ചെയ്യുന്നവർ. പിന്നെ ഒന്നുള്ളത് സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് ഡിസോർഡർ, അതായത് മരുന്നായിട്ട് ആദ്യം തുടങ്ങി എന്തെങ്കിലും ശരിക്കും ഒരു ലൈഫ് സേവിങ് ഡ്രഗായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയ ഒരു സബ്സ്റ്റൻസ്, അത് ആ മെഡിക്കൽ പ്രൊസീജിയറിന് ശേഷം അതിൽ നിന്നുണ്ടാവുന്ന വിഡ്രോവൽ സിംറ്റംസ്. ഒരുപാട് കാലം ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്സിനും മറ്റൊക്കെ മോർഫീൻ പോലത്തെ ഓപ്പിയോയിഡ് പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുന്നവർക്ക് അവരതിന് അഡിക്റ്റഡ് അല്ലെങ്കിലും വിഡ്രോവൽ സിംറ്റംസും മറ്റുമൊക്കെ അവരുണ്ടാവും. ലൈക്ക് അഡിക്റ്റഡ് അല്ല എന്നാണ് പൊതുവെയുള്ള ഫിസിഷ്യൻസിൻ്റെ എല്ലാവരുടെയും ഡയഗ്നോസിസ്. പക്ഷേ അവർക്കും ബിക്കോസ് ഓഫ് പ്രോലോങ്ഡ് യൂസ് ഇതേ വിഡ്രോവൽ സിംറ്റംസും ഇതേ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സിലുള്ള ഈ ക്രൈറ്റീരിയയും ഉണ്ടാവും. ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ DSM-5 പ്രകാരം 11 ക്രൈറ്റീരിയ ഉണ്ട് അയാൾക്ക് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി. സോ ലൈക്ക് ഇറ്റ്സ് എ വെരി ടെക്നിക്കൽ തിങ്. എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റിനെയറിലുള്ള ക്വസ്റ്റ്യൻസിൽ ചിലതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ റിസ്ക് എടുത്തിട്ടും ഇത് പ്രൊക്യൂർ ചെയ്യാൻ പോകുന്നുണ്ടോ, അത് അഫോർഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങളത് സെൽ ചെയ്യാൻ പോകുന്നുണ്ടോ, നിങ്ങൾക്ക് മുന്നേ ഉപയോഗിച്ചതിനേക്കാളും കൂടുതൽ വേണം എന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യനെയറാണ്. അതിൽ 11 ക്രൈറ്റീരിയയും മീറ്റ് ചെയ്താലും മാത്രമേ ഒരാൾ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ ആണ് എന്ന് പറയുള്ളൂ. സോ as I said, വാർത്തകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ലൈക്ക് ശരിക്കും ഒരു പ്രിവലൻസ് സ്റ്റഡിയോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, കേരളത്തിൽ ഇത്ര അധികം യൂത്തിന് ഈ പ്രശ്നമുണ്ടോ എന്ന്. Basic Google search for a prevalence of how prevalent drug use is. Drug use, and here by drug I am meaning substances that are usually abused,
കാരണം ഡ്രഗ് എന്ന് പറയുന്നത് ലൈഫ് സേവിങ് ഡ്രഗ്സും ആവാം. ഓക്കെ, സോ ഈ കോണ്ടെക്സ്റ്റിൽ ഞാൻ ഡ്രഗ് എന്ന് യൂസ് ചെയ്യുന്നത് ഈ സബ്സ്റ്റൻസസിനെയാണ്, അബ്യൂസ്ഡ് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെയാണ്. അതിൽ ഐ ഓൺലി ഫൗണ്ട് ലൈക്ക്, അൺഫോർച്ചുനേറ്റ്ലി ഐ ഓൺലി ഫൗണ്ട് ലൈക്ക് ഒരു പ്രോപ്പർ സ്റ്റഡിയാണ് ഇത്രയായിട്ട് കാണാൻ പറ്റിയത്. പക്ഷെ അതിൻ്റെ സാമ്പിൾ സൈസ് വളരെ ചെറുതാണ്. ഒരു തൃശ്ശൂരിൽ ലൈക്ക് ദ സ്റ്റഡി കെയിം ഇൻ February 2017 in the International Journal of Community Medicine and Public Health. തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസാണ് ഈ സർവേ നടത്തിയത്. ആകെ 2 കോളേജസിൽ മാത്രമേ അവർ ഈ പഠനം നടത്തിയിട്ടുള്ളൂ. അതിൽ സാമ്പിൾ സൈസസ് ഓൺലി 402. തൃശ്ശൂരിലെ 2 കോളേജിൽ 402 സ്റ്റുഡൻസിനെ മാത്രം വെച്ചിട്ടുള്ളത് ഒരു പ്രോപ്പർ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിളായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഫോർ ദ സേക്ക് ഓഫ് കൺവീനിയൻസ് ആൻഡ് ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ഡേറ്റ, ലെറ്റ്സ് കൺസിഡർ ദിസ്. ആ സ്റ്റഡിയിൽ അവർ കണ്ടെത്തിയത് ഈ 402 സ്റ്റുഡൻസിൽ 32% സ്റ്റുഡൻസും സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നവരാണ്. ലൈക്ക് സബ്സ്റ്റൻസസ് റേഞ്ചിങ് ഫ്രോം ലൈക്ക് ദർ ആർ, അവരുടെ ഇതിൽ ആ പേപ്പറിൽ യു ഹാവ് ഓൾ ദീസ് ടാബ്ലേറ്റഡ് ദിസ് തിങ്, ഓപ്പിയോയിഡ്സ് ഉപയോഗിക്കുന്നവരുണ്ട്, ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവരാണ് കൂടുതൽ, പിന്നെ നിക്കോട്ടിൻ, പിന്നെ ഇത് MDMA, എക്സ്റ്റസി അതൊക്കെ യൂസ് ചെയ്യുന്നവർ അതിൻ്റെ ലിസ്റ്റിൽ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ 402 സ്റ്റുഡൻസിൽ 32% എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 130 സ്റ്റുഡൻസ് ഓഫ് whom they interviewed were actually substance users. I think that is quite alarming. So why? അപ്പോൾ as a neuroscientist, I was mostly looking at like എന്താ നമ്മുടെ യൂത്തിന് എന്തുകൊണ്ടാ ഇങ്ങനെ യൂസ് ചെയ്യുന്നേ എന്ന് വിചാരിച്ചപ്പോൾ ഐ വാണ്ടഡ് ടു അണ്ടർസ്റ്റാൻഡ് ഒരാളെ സബ്സ്റ്റൻസ് യൂസർ ആക്കുന്നത് എന്താ, എന്ത് ഫാക്ടേഴ്സാ. അപ്പോൾ മെയിനായിട്ട് ഓക്കെ എൻവയറമെൻ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ചുറ്റും എന്താ, എസ്പെഷ്യലി നമ്മൾ അഡ്മയർ ചെയ്യുന്നവർ, നമ്മുടെ മീഡിയയിലും മറ്റൊക്കെ സ്മോക്കിങ്ങും ആൽക്കഹോളും ഒക്കെ ഭയങ്കര എന്താ പറയുക, എന്തോ കൂളായിട്ടുള്ള സംഭവമാണെന്ന് കാണിക്കുന്നത്. പിന്നെ എന്താ പല ഇതിലും എന്താ പിയർ ഗ്രൂപ്പ്സ്. സോ എൻവയൺമെൻറ്റ് മാറ്റേഴ്സ്, സോഷ്യൽ സെറ്റിങ്സ് മാറ്റേഴ്സ്. പക്ഷേ അവിടെ എനിക്ക് ഐ വാണ്ട് the social scientists here, if there are anybody, and social workers, to try and figure out എന്തുകൊണ്ടാണ് നമ്മുടെ സ്റ്റുഡൻസ് എസ്പെഷ്യലി MDMA പോലത്തെ അപ്പേഴ്സിനെയും മറ്റൊക്കെ പിന്നാലെ പോകുന്നത് എന്ന്. സോ അങ്ങനെ ഒരു എൻവയറമെൻ്റൽ ഫാക്ടർ നമ്മുടെ നാട്ടിലുണ്ടോ എന്നത് ഐ ഡു നോട്ട് നോ യെറ്റ്. ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ടാവാം. പല മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സും ഒരു ന്യൂറോബയോളജിസ്റ്റ് എന്ന നിലയിൽ ഞങ്ങൾ പഠിക്കുന്നത് ഓട്ടിസവും സ്കിസോഫ്രീനിയയ്ക്കും മറ്റുമൊക്കെ പ്രോപ്പർ ജീൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ കണ്ടെത്താൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പല മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സും, ഇപ്പോൾ ഒരു സ്കിസോഫ്രീനിയ മാത്രമായിരിക്കില്ല ഒരു ഫാമിലിയിൽ റൺ ചെയ്യുക. ഒരു ഫാമിലിയിൽ ഒരാൾക്ക് സ്കിസോയിഡ് ഡിസോർഡേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ക്ലോസ് റിലേറ്റീവ്സിൽ ആർക്കെങ്കിലും ചിലപ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ബൈപ്പോളാർ ഡിസോർഡർ ആയിട്ടോ മറ്റേതെങ്കിലും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ആയിട്ടോ ഒക്കെ ആയിരിക്കും. സോ സബ്സ്റ്റൻസ് അബ്യൂസിനും സസെപ്റ്റിബിലിറ്റി അത് കാരണം ഉണ്ടാവാം. അപ്പം അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഒരുപാട് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാവാം നമ്മുടെ സൊസൈറ്റിയിൽ, ഫാമിലീസിൽ എസ്പെഷ്യലി. അപ്പം അങ്ങനെയുള്ള അൺഡയഗ്നോസ്ഡ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു ജനറ്റിക് സസെപ്റ്റിബിലിറ്റി ഫാമിലീസിലുള്ള എസ്പെഷ്യലി മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിന്, അങ്ങനെയുള്ള ഫാമിലീസിൽ ചിലപ്പോൾ ഉള്ള കുട്ടികൾക്ക് ഇതിനുള്ള സസെപ്റ്റിബിലിറ്റി, പെട്ടെന്ന് അങ്ങനെ ഒരു ആക്സസിബിലിറ്റി ഉണ്ടെങ്കിൽ ചിലപ്പോൾ തുടങ്ങുന്നത് ആൽക്കഹോളിലായിരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ തുടങ്ങുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് അവർ പോവാം. പിന്നെയുള്ളത് എൻ്റെ ഫേവറേറ്റ് പാർട്ട് വാസ് ദ ബയോളജിക്കൽ കോസ്. ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ് ഇൻ ദ ബ്രെയിൻ. സോ വാട്ട് ഐ stumbled upon while trying to read papers on this is about reward pathways.
എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ നമുക്ക് സന്തോഷം വരാൻ വേണ്ടിയുള്ള ചില സർക്യൂട്ട്സ് ഉണ്ട്. ലൈക്ക് ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങൾ നമ്മുടെ തോട്ട് പ്രോസസ്സും മറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഭാഗങ്ങൾ. ലൈക്ക് വൺ മെയിൻ തിങ് ഈസ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. ദാറ്റ് ഇസ് it comes in the front part of your brain. Okay, we think that that's a part which controls emotions, നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, നമ്മുടെ ബോഡീനെ സംബന്ധിച്ചുള്ള ക്രിട്ടിക്കൽ തിങ്കിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രെയിനിൻ്റെ ഭാഗമാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. ആ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൽ ഉള്ള ചില സർക്യൂട്ട്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവാം. So example is, ഓക്കെ, എക്സ്റ്റേണൽ ആയിട്ട് ആളുകൾ കഞ്ചാവ് പോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കഞ്ചാവിലുള്ള മെയിൻ കോമ്പൗണ്ട്സിൽ ഒന്ന് CBD യും THC ആണ്. സോ ദോസ് ആർ കോൾഡ് കനാബിനോയിഡ്സ്. ഈ കനാബിനോയിഡ്സിന് സിമിലർ ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ ബ്രെയിനിലുണ്ട്. സോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷന്, നമ്മുടെ തോട്ട് പ്രോസസ്സിന് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന, brain works with electrical pulses and these neurotransmitters. നമ്മൾ ഈ ചിന്ത, ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് വരെ is because എൻ്റെ ബ്രെയിനിൽ ഈ പൾസസ് ഫയർ ചെയ്യും, അതിന് അനുസരിച്ചിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വർക്ക് ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ടാണ്. അങ്ങനെയുള്ള ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ ഒന്നാണ് ഡോപ്പമീൻ. ആൻഡ് ഡോപ്പമീൻ ഈസ് നോൺ ആസ് എ ഹാപ്പി കെമിക്കൽ. ഈ നമ്മുടെ ബ്രെയിനിൽ എൻഡോകനാബിനോയിഡ്സ് എന്ന് പറയുന്ന കെമിക്കൽസും ഓൾറെഡി ഉണ്ട്. ഈ എൻഡോകനാബിനോയിഡ്സ് ഈസ് വെരി സിമിലർ ടു വാട്ട് യു ആക്ച്വലി ഫൈൻഡ് ഇൻ കനാബിസ് as well. എന്ന് വെച്ച്, ആൻഡ് എൻഡോകനാബിനോയിഡ്സ് വർക്ക് ഇൻ ഡോപ്പമീൻ റിലീസ്. അപ്പം അങ്ങനെയുള്ള സർക്യൂട്ടറി, ബിക്കോസ് ഈ പറയുന്ന സബ്സ്റ്റൻസ് ആദ്യം ഒക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ബ്രെയിനിൽ ഈ റിവാർഡ് പാത്വേസ് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവാം. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് ഉണ്ട്, പോളണ്ടിൽ വർക്ക് ചെയ്യുന്ന. ഹിസ് നെയിം ഇസ് ഡോക്ടർ അലി ജവേദ്. സോ ഹീ സേസ് ദിസ് തിങ്. ദിസ് എ വെരി നൈസ്, ഹീസ് എ സയൻസ് കമ്മ്യൂണിക്കേറ്റർ. സോ അയാൾ ഒരു കുഞ്ഞു ക്ലിപ്പായിട്ട് ഇട്ടിട്ടുണ്ട്, എന്തുകൊണ്ടാണ് മനുഷ്യർ അൺഹെൽത്തി ബിഹേവിയേഴ്സ് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ദർ ഇസ് എ സ്മോൾ ആൻസർ ഫോർ സബ്സ്റ്റൻസ് യൂസ് as well. കാരണം അതൊരു അൺഹെൽത്തി, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അൺഹെൽത്തി ബിഹേവിയറുകളിലൊന്നല്ലേ സബ്സ്റ്റൻസ് യൂസ്. സോ ഹി സേസ് ദർ ആർ 3 reasons for it. ഒന്ന്, കണ്ടീഷൻ ഉണ്ടാവുക, ഇതുപോലെ വളരെ ചെറിയ പ്രായത്തിൽ ഇൻട്രൊഡ്യൂസ്ഡ് ആവുക എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസിന്, എന്നിട്ട് അത് ഹാബിറ്റ് ഫോം ആവുക. And that habit formation happens because of the reward pathways. ഈ ഡോപ്പമീൻ റിലീസ് ഉണ്ടാകുന്നത് കൊണ്ടാണ് ബ്രെയിനിൽ ഈ എന്താ പറയുക, മേ ബി ദ ചൈൽഡ് ഡ്രിങ്ക്സ് ആൽക്കഹോൾ ആൻഡ് കുറച്ച് സമയത്തേക്ക് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൽ കുറച്ച് ഡോപ്പമീൻ റിലീസായി ആ ആൽക്കഹോൾ കാരണം. പക്ഷേ അവിടെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ആ ഒരു 1.5 മണിക്കൂറിന് ശേഷം ആൽക്കഹോൾ ഡിപ്രസൻ്റ് ആണ്. ഇതേ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിനെ കുറച്ച് നേരത്തേക്ക് അത് എക്സൈറ്റഡ് ആക്കുമെങ്കിലും പിന്നെ നേരെ പ്ലമ്മറ്റ് ചെയ്ത് ഡിപ്രഷൻ സ്റ്റേറ്റിലേക്കാണ് ബ്രെയിൻ പോകുന്നത്. അപ്പോൾ എന്നിട്ട് എന്താ മനുഷ്യൻ ചെയ്യുക, പിന്നെയും ആ പഴയ ഹൈ ഇട്ടാൻ വേണ്ടി പിന്നെയും കുടിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പിന്നെയും യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ആ ഒരു ഹാബിറ്റ് ഫോർമേഷൻ, അതിന് ശേഷം ആ പഴയ ഹൈ കിട്ടാത്തത് കൊണ്ട് പിന്നെയും ആ റിവാർഡ് പാത്വേ പിന്നെയും ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ദാറ്റ് ഇറ്റ്സ് എ നെഗറ്റീവ് സൈക്കിൾ. കുറേ എല്ലാ ആളുകൾക്ക് അറിയാം ദാറ്റ് ദേ ആർ ഹാമിങ് ദെംസെൽസ്. ആ അവെയർനെസ് വന്നു കഴിയുമ്പോഴാണ് അതൊരു അഡിക്ഷൻ ആണ് എന്ന്, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ ആണ് എന്ന് അക്നോളജ് ചെയ്യുന്നത്. ഈ റിവാർഡ് പാത്വേസ് ഐഡൻറ്റിഫൈ ചെയ്തത്, അതിൽ ആദ്യത്തെ ഈ ഡോപ്പമീൻ റിലീസ് ചെയ്യുന്ന പാത്വേ കോൾഡ് ദ ഗ്ലൂട്ടമറ്റേർജിക് ഡോപ്പമീൻ പാത്വേ, അത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തത് 2014 ആൻഡ്
ആ റിസർച്ച് കണ്ടക്ട് ചെയ്തത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഈ അബ്യൂസ് ഇഷ്യൂസ് ഉള്ളത് എന്നുള്ളതിൻ്റെ ഇത്. National Institute of Drug Abuse in the USA, they conducted this research in 2014. പാവം എലി എന്ന് ഞാൻ പറയും, പക്ഷെ ഞാൻ എന്നാലും എലികളിൽ തന്നെയാണ് ഞാനും പരീക്ഷണം നടത്തുന്നത് ഇതുപോലത്തെ. സോ എലികളിൽ ഇതേ ആംഫിറ്റമിൻസ് കുത്തിവെച്ചിട്ട് നടത്തിയ ഒരു സ്റ്റഡിയാണ് നേച്ചർ കമ്മ്യൂണിക്കേഷൻസിൽ പബ്ലിഷ് ചെയ്ത്. ആ സ്റ്റഡിയിലാണ് ഇവർ ആദ്യമായിട്ട് ഈ ഡോപ്പമീൻ ന്യൂറോൺസിൽ ഈ ആംഫിറ്റമിൻസും അല്ലെങ്കിൽ അതുപോലത്തെ സബ്സ്റ്റൻസസ് കാരണം ഉണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് കണ്ടെത്തിയ പഠനം. അതിൽ അവർ കാണുന്നുണ്ട് ലൈക്ക് സിഗ്നിഫിക്കൻ്റ് ഇൻക്രീസ് ഉണ്ട് ഫസ്റ്റ് ഫ്യൂ അഡ്മിനിസ്ട്രേഷൻസിൽ ഡോപ്പമീനിന്. സോ വി കൈൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡ് ലൈക്ക് എന്തുകൊണ്ടാണ് സബ്സ്റ്റൻസ് യൂസ് നടക്കുന്നതെന്ന്. പക്ഷേ നമ്മുടെ സ്റ്റുഡൻസിനെ അത് ബാധിക്കുമ്പോൾ, എസ്പെഷ്യലി സ്റ്റുഡൻസ് ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു സോഷ്യൽ ഫാക്ടർ ഉണ്ടോ? പക്ഷെ പലരും ചിലപ്പം പിയർ പ്രഷർ കൊണ്ട് മാത്രം ആയിരിക്കില്ല ഇതിൽ തുടങ്ങുന്നത്. ചിലപ്പം അവർക്ക് ശരിക്കും ആരെയും എന്താ പറയുക, പല ആളുകൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആൽക്കഹോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പിയർ പ്രഷറിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രെസ്, ഒരു ലൈഫിൽ വരുന്ന ഒരു സ്ട്രെസ്സറിനെ മാനേജ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ആ ഒരു എന്താ പറയുക, ആരും അത് എന്തുകൊണ്ടാണ് ആരെയും അപ്രോച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതൊരു ഈസി വേ ആയിട്ട് തോന്നും. ഓക്കെ, കുറച്ച് മദ്യം കഴിച്ചാൽ ചിലപ്പോൾ എൻ്റെ പെയിൻ കുറച്ച് കുറയായിരിക്കും, എൻ്റെ ഇമോഷണൽ പെയിൻ കുറച്ച് കുറയായിരിക്കും. അല്ലെങ്കിൽ ആളുകൾ പറയും, എടാ നീ എന്തിനാടാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്, നീ ഒന്ന് അടിക്കടാ, എന്നാൽ നിൻ്റെ എല്ലാ പ്രശ്നവും മാറും, നീ ഒന്ന് വലിക്ക്, എന്നാൽ എല്ലാ പ്രശ്നവും മാറും. ആംഫിറ്റമിൻസ് എന്ന് പറയുന്നത്, ഈ MDMA എന്ന് പറയുന്ന സംഭവം ഇതൊരു ആംഫിറ്റമിനാണ്. ഇറ്റ്സ് അപ്പർ എന്നാണ് പറയുന്നത്. വെച്ചാൽ അത് സ്റ്റിമുലൻ്റ് ആണ്, ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഹൈ എന്നാണ് തോന്നുക. അവിടെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആംഫിറ്റമിൻസ് ആക്ച്വലി ചില ആളുകൾക്ക് ഒരു ലൈഫ് സേവിങ് ഡ്രഗും ആവാം. ഇങ്ങനെ ചില മരുന്നുകൾ ആളുകൾ അബ്യൂസ് ചെയ്യുമ്പോൾ അത് ശരിക്കും ലൈഫ് സേവിങ് ഡ്രഗായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് അതിൻ്റെ ആക്സസ് ഇല്ലാതാക്കുക കൂടിയാണ് ചെയ്യുന്നത് അത് അബ്യൂസ് ചെയ്യുമ്പോൾ. കാരണം because of people abusing a drug, the drug could get banned or it could get heavily regulated. അപ്പോൾ അത് ശരിക്കും ആവശ്യമുള്ള ആളുകൾക്ക് അത് കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ആംഫിറ്റമിൻസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വലിയ എക്സാമ്പിൾ ഉള്ളത് ആഡറോൾ എന്ന് പറയുന്ന മരുന്നാണ്. പല സ്ഥലത്തും ADD അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡേഴ്സിനുള്ള മരുന്നായിട്ട് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ആഡറോൾ എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ പഠിക്കുന്നത് തായ്വാനിലാണ്. അപ്പോൾ അവിടെയൊക്കെ എൻ്റെ പിയേഴ്സൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ എൻട്രൻസ് എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ADD ഒക്കെ ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ അതുവരെ ഒരു പ്രശ്നമില്ലാതെ ഇരുന്നവർ പെട്ടെന്ന് അവർക്ക് ആ മരുന്ന് ആക്സസിബിൾ ആയതുകൊണ്ട് അവർ നോർമലായിട്ട് പഠിക്കാനും മറ്റൊക്കെ തുടങ്ങും. അപ്പം അതർ പേരൻസ്, അതേ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളുടെ പേരൻസ് വിചാരിക്കും, ഓ ആ കുട്ടിക്ക് ആ പ്രിസ്ക്രിപ്ഷൻ കിട്ടിയത് കൊണ്ടാ ആ കുട്ടി പെട്ടെന്ന് നല്ല ഇതായിട്ട് പഠിക്കാൻ തുടങ്ങിയ, അപ്പം നമ്മുടെ കുട്ടിക്ക് അത് കൊടുക്കാം. അങ്ങനെ പോയിട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് കള്ള പ്രിസ്ക്രിപ്ഷൻ വാങ്ങി ഇത് നോർമലായിട്ടുള്ള ADD ഒന്നും ഇല്ലാത്ത പിള്ളേർക്ക് കൊടുക്കും. എന്നിട്ട് അവരുടെ ഉള്ള ഇതും പോവും. ദേ വിൽ ബിക്കം ലൈക്ക് സബ്സ്റ്റൻസ് യൂസേഴ്സ്. ഓക്കെ, ഒരു പ്രശ്നമില്ലാത്തവർ. ബിക്കോസ് ഇവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പം പണ്ടത്തെ പോലെ അത്രയും എൻട്രൻസിൻ്റെ ഇത് ഇല്ലാന്ന് തോന്നുന്നു. ഐ എം നോട്ട് അവെയർ ഓഫ് ഇറ്റ്. പക്ഷെ അവിടെ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ രാവിലെ 6 മണി മുതൽ രാത്രി 12 മണി വരെയൊക്കെയാണ് പഠിക്കുന്നത്. ലൈക്ക് രാവിലെ 6 മണി മുതൽ 8 മണി വരെ ക്രാം സ്കൂൾസിൽ പോയി പഠിക്കും. എന്നിട്ട് അതിനുശേഷം സ്കൂളിൽ പോവും. സ്കൂള് 5 മണി വരെ ഉണ്ട്. അതിനുശേഷം കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന് വല്ലതും കഴിച്ച് പിന്നെയും തിരിച്ച് ഈ ക്രാം സ്കൂൾസിൽ പോയിട്ട് പഠിക്കും. അങ്ങനെയാണ് ലൈക്ക് ശരിക്കും ഒരു റെസ്റ്റ് ഇല്ലാതെ പഠിച്ച് ഈ 12ാം ക്ലാസ്സിന് ശേഷമുള്ള എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വല്ലാത്തൊരു ക്രേസ് ഉണ്ട് അവിടെ. എൻ്റെ ലാബിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു തൈവനീസ് സ്റ്റുഡൻറ്റ് എന്നോട് പറഞ്ഞത് 4 വർഷം മെഡിസിൻ്റെ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി കളഞ്ഞു പൊളിച്ചിട്ട് പിന്നെ ലാബിൽ അറയായിട്ട് വന്നെന്നാണ്. അപ്പോൾ
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ലൈക്ക് ചില സമയം പേരൻസ് തന്നെ ആവാം കൾപ്രിറ്റ്സ്. നമ്മുടെ നാട്ടിൽ കുട്ടികൾക്ക് സബ്സ്റ്റൻസസ് കൊടുക്കുന്ന പേരൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ പ്രിവലൻസ് സ്റ്റഡി നമ്മുടെ നാട്ടിൽ നടത്താൻ പോകുന്നുണ്ട് എന്നൊരു വാർത്ത ഞാൻ കണ്ടു. ലൈക്ക് ശരിക്കും സ്റ്റുഡൻസിൻ്റെ ഇടയിൽ പ്രിവലൻസ് ഉണ്ടോ എന്ന്. ബട്ട് ഐ എം നോട്ട് ഷുവർ. പക്ഷെ എനിക്ക് തോന്നുന്നു ലൈക്ക് ഐ ഹാവ് സീൻ, ലൈക്ക് ഞാൻ നാട്ടിൽ ഇപ്പോൾ വന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. ആൻഡ് വിത്തിൻ ദിസ് 1 week ഐ ഹാവ് സീൻ ദിസ് ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ. അതിൽ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻ്റർവെൻഷൻ എന്ന രീതിയിൽ റാലി നടത്തിയിട്ടും ഒക്കെ അവയർനെസ് പ്രോഗ്രാംസ് ആർ ഗുഡ്. പക്ഷേ സേ നോ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരാൾ വുഡ് ദേ ആക്ച്വലി സേ നോ? നമ്മളെ കുട്ടികൾക്ക് അവരുടെ ബ്രെയിനിൽ ശരിക്കും ഇതെന്താ ചെയ്യുന്നത്? അതൊരു മൊമെൻ്ററി പ്ലഷർ എന്ന ഇല്യൂഷൻ മാത്രമാണ്. ആ റിവാർഡ് പാത്വേ കുറച്ച് സമയത്തേക്ക് മാത്രം ആക്ടിവേറ്റ് ആവുന്നതാണ് എന്ന കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ശരിക്കും നമ്മളെയും ലൈക്ക് ഐ എം നോട്ട് സേയിങ് ദാറ്റ് കിഡ്സ് ആർ ദി ഓൺലി വൺസ് ഹൂ യൂസ്. ലൈക്ക് who knows, I'm sure that a lot of us adults as well. So അതും സ്വയം മനസ്സിലാക്കി അത് നമ്മളെ ആക്ച്വലി ലൈക്ക് ഫിസിക്കലി സോഷ്യലി ഇമോഷണലി എത്രത്തോളം അത് ബാധിക്കുന്നുണ്ട് എന്ന കാര്യം സ്വയം തിരിച്ചറിഞ്ഞ് അത് ഒരു ഈസി ഫിക്സ് അല്ല, ഒരു ലോങ് ടേം ഫിക്സ്, ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്, ഒരു കുപ്പിക്കുള്ളി കയറിയോണ്ട് നമ്മൾ രക്ഷപ്പെടാൻ പോണില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതിനുള്ളൊരു സപ്പോർട്ട് സിസ്റ്റം വേണം. ചുമ്മാ മാർക്കിന് വേണ്ടി പഠിക്കാൻ വേണ്ടി എന്തെങ്കിലും ഓടി നടന്ന് സ്ട്രെസ് അടിച്ച് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് കൂടി ഹെൽപ്പ് ഇല്ലാതെ ലൈക്ക് ഒരു സേഫ് സ്പേസ് എല്ലാവരുടെയും ആവശ്യമാണ്. ആ സേഫ് സ്പേസ് ഉണ്ടാകേണ്ട റെസ്പോൺസിബിലിറ്റി നമ്മളതും കൂടിയാണ്. ബിക്കോസ് നമ്മുടെ ബ്രെയിൻ സർക്യൂട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഇമോഷൻസ് എല്ലാം കെമിക്കൽസാണ്. നമ്മുടെ ബ്രെയിനിൽ തന്നെ ഹെൽത്തി കെമിക്കൽസ് ഉണ്ടാവുന്നതാണ് നല്ലത്. പുറത്തുനിന്ന് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു മെഡിക്കൽ ഇൻ്റർവെൻഷൻ എന്ന നിലയിൽ ഒഴിച്ചുകൂടാവാനാവാത്തതാണെങ്കിൽ ഓക്കെ. പക്ഷേ പ്ലഷറിന് വേണ്ടി, പ്ലഷർ സീക്കിങ്ങിന് വേണ്ടി മാത്രം അതിൻ്റെ പിന്നാലെ പോയി വെറുതെ നെഗറ്റീവ് പ്ലഷർ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നതായിരിക്കും ലൈക്ക് that we should think about. Like സ്കൂൾസിൽ കൗൺസിലിംഗ് സെൻറ്റേഴ്സും മറ്റൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ how many students actually use them? How many of us actually give them that safe space and that feeling of safety to actually come and talk about their problems? We don't. Okay, so that's basically what I want to say. എനിക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ ബയോകെമിസ്ട്രി മറ്റൊക്കെ പറയണമെന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ ലൈക്ക് ഹൗ മച്ച് ഇറ്റ് വുഡ് ബി. ലൈക്ക് എല്ലാവരും ഓൾറെഡി പാതി ഉറക്കത്തിലാണ്. കൂടുതൽ പറഞ്ഞ് എല്ലാവരെയും കൂടുതൽ ഉറക്കാൻ വേണ്ടിയിട്ട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. വിച്ച് ഇസ് വൈ ഐ തോട്ട് ഐ സ്പീക്ക് ഇൻസ്റ്റെഡ് ഓഫ് ആക്ച്വലി ടോക്കിംഗ് അബൌട്ട് ദ pathways and the different structures in the brain, like the ventral tegmental area from where the dopamine neurons get activated and then go into the prefrontal cortex and all. So that was what. How can we make a safe space? I think it's more like a parting thought that I want to leave everyone with. എങ്ങനെയാണ് നമ്മുടെ യൂത്തിന് ഒരു സേഫ് സ്പേസ് കൊടുക്കാൻ പറ്റുക? ലൈക്ക് എക്സ്പെരിമെൻറ്റേഷനും ഉണ്ടാവാം സ്റ്റാർട്ടിങ്ങിൽ. പക്ഷെ ആ എക്സ്പെരിമെൻറ്റേഷനും എങ്ങനെയാണത് സേഫ്ലി, എങ്ങനെയാണ് അവരെയും നമ്മളെയും എല്ലാവരെയും ഇതിൻ്റെ അകത്തുനിന്ന് രക്ഷിക്കാൻ വേണ്ടി ഒരു സേഫ് സ്പേസ് എങ്ങനെ കൊടുക്കാം എന്നാണ് നോക്കേണ്ടത്. രക്ഷിക്കുക എന്നല്ല, സ്വയം തീരുമാനം എടുക്കാനുള്ള ആർജവം ഉണ്ടാകാമെന്നാണ്. ലൈക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ മറ്റു പല വഴികളുണ്ട്. സബ്സ്റ്റൻസസിലല്ല പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻ ഇരിക്കുന്നത് എന്ന ഒരു ഇത്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.